I look at you and it's easy to see you are that someone I've been trying to meet. I got you. Hello guys, welcome back to yet another video. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ എന്നല്ല, എന്നാലും കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബിക്കോസ് ഞാനൊരു 1 year ബാക്ക്, ഒരു 1 year അല്ല, ഒരു 2 years ഓൾമോസ്റ്റ്, അപ്പോഴാണ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്തത്. ഞാൻ ബാക്ക് ടു ബാക്ക് കളർ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ ഹെയർ കളർ എനിക്ക് ബോറടിക്കുന്നുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കളേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഹെയർ ഒന്ന് മാറ്റി കളർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ പോലെ നമുക്ക് വേണ്ടി നമ്മളൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കളർ ഒന്ന് മാറ്റാൻ പോവാണ്. ബട്ട് ഞാൻ ബ്ലീച്ചൊന്നും ഇടുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച കളർ എത്രത്തോളം എൻ്റെ ഹെയറിൽ വരും എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കളർ എന്താണ്, ആവുന്ന കളർ എന്താണെന്ന് ഞാൻ പോയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അന്ന് ഹെയർ കട്ട് ചെയ്ത പോലെ തന്നെ ഞാൻ അമ്മേൻ്റെ എടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ, ഇത് സമയം രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ വിട്ടു. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ ഞാൻ തിരിച്ചെത്തണം. അച്ഛൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം അവിടെ അങ്ങ് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോവും ബസ്സൊന്നും പിടിച്ച് പോകണ്ടല്ലോ. അച്ഛൻ ഡ്രോപ്പ് ചെയ്ത് അച്ഛൻ്റെ പാട് നോക്കി പോയിക്കോളും. എത്തി കയറിയപ്പോൾ തന്നെ ഇത് ഏർലി മോർണിംഗ് ആണ് കേട്ടോ. ഇവർ ആക്ച്വലി വർക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ മുന്നേ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം നന്നായിട്ട് എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു തലയിൽ. അമ്മേനെ കൊണ്ട് ഇടിച്ചതായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മനസ്സിലുണ്ട്, ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ആ കളർ ഇങ്ങനെ ഫെയ്ഡായി പോകും. നമ്മൾ എണ്ണ ഇട്ട് ഒരുപാട് തവണ ഹെയർ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ആ കളർ ഫെയ്ഡായി പോകും. അപ്പം ഞാൻ ഇപ്പം അടുത്ത് തന്നെ ഇനി എണ്ണ ഇടണ്ടല്ലോ, എന്തായാലും ചെയ്യുന്നതിൻ്റെ തലേദിവസം ഇട്ടേക്കാം എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ എണ്ണയൊക്കെ ഇട്ട് ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ട് കുളിച്ചിട്ടോ വന്നേ. ബിക്കോസ് ഈ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഹെയർ ഭയങ്കര ഡ്രൈ ആവും. എപ്പോഴും ഞാൻ സലൂണിൽ പോയിട്ട് അവർക്ക് അങ്ങനെയാണ് വേണ്ടത്. അവരെന്തോ ക്ലിയറിങ് ഷാമ്പുവോ എന്താ അങ്ങനെ എന്തോ ഒരു സംഭവം പറയാം. നമ്മളെ തലയിലുള്ള ഫുൾ ഡേർട്ട് ആൻഡ് ഓയിൽ കോണ്ടൻ്റ് ഒക്കെ ഇവർ അങ്ങനെ വാഷ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹെയറൊക്കെ വാഷ് ചെയ്ത് പോയത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ സലൂണിൽ ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ കഴുത്ത് ഭയങ്കരമായിട്ട് വേദനയെടുക്കും. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. നമ്മൾ അവർ കഴുകി തരുമ്പോൾ പിന്നെ അമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ഇതിപ്പോൾ എങ്ങനെ തുടങ്ങുമെന്ന്. അങ്ങനെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യാൻ തുടങ്ങി. കണ്ടില്ല, ആ മുടിയുടെ കോല ഇരിക്കുന്നത് കണ്ടില്ല, അത്രയും അവർ വാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചകിരിനാര് പോലെയാണ് എൻ്റെ ഹെയർ ഇരിക്കുന്നത്. ബിക്കോസ് ഭയങ്കര ഫ്രിസി ആക്കി കളഞ്ഞു ആ ഷാമ്പു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ കളറൊക്കെ മിക്സ് ചെയ്ത് കളറിങ്ങനെ ഇടാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ പോർഷനിലായിട്ട് ഇടാൻ തുടങ്ങി. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് ഒരു 90% ഫ്ലോപ്പ് ആവും. നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ധാരണയുണ്ടായിരുന്നു. ബിക്കോസ് ഈ കളർ അങ്ങനെയാണ്. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എന്താണ് എൻ്റെ കളർ എന്നുള്ള കാലത്തിൽ കാണാൻ വേണ്ടി. ബിക്കോസ് ഒരു എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു, ത്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മ, അവർ വേറെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. എന്നെ എല്ലാവരും അവർ ഇത് തുറക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്ത് എന്നെ ഒരു മൂലക്കിൽ അങ്ങ് ഇരുത്തി. ബിക്കോസ് വി വോണ്ട് ടു നോ എന്ത് കളറാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സാധാരണ എല്ലാവരുടെയും ഹെയറിൽ ഇപ്പോൾ ഒരു 40 minutes വെക്കുന്നതിന് പകരം എൻ്റെ ഹെയറിൽ 1 hour വെച്ചാലും കളർ പിടിക്കാറില്ല പൊതുവെ. അപ്പോൾ അതുകൊണ്ട് ഇവർ നോർമൽ ടൈം ഇങ്ങനെ നിൽക്കുക. ഓൾറെഡി എൻ്റെ കളറുള്ള ഹെയർ ആണ് കേട്ടോ. അതിനിടയ്ക്ക് ബോറടിച്ചപ്പോൾ കുറച്ച് കാപ്പിയും ഒരു സമൂസയൊക്കെ വാങ്ങിച്ചു. ബിക്കോസ് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനം കണ്ടേ. ഇത് അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചീൻ്റെ ഫോണാണ് ഇത് ആക്ച്വലി. ഇത് നോക്കി എൻ്റെ നിങ്ങൾക്ക് ആസ് യു ക്യാൻ സീ എൻ്റെ ഒരു വിരലിൻ്റെ അത്ര വലുപ്പമേ ഉള്ളൂ അത്. അപ്പോൾ ബൈ ഐസും കൊണ്ട് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത് എത്ര കുട്ടിയാണ് എന്നുള്ളത്. ഭയങ്കര ക്യൂട്ടാട്ടോ. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി നിന്നു. ഓരോ തവണ വാഷ് ചെയ്യുമ്പോൾ എന്നോട് പറയുന്നുണ്ട്, കളർ പിടിച്ചിട്ടില്ല മോളെ, കളർ പിടിച്ചിട്ടില്ല, എൻ്റെ നോർമൽ ഹെയർ പോലെ തന്നെയാണ്. അപ്പം ഞാൻ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ശരിക്കും പോലെയുള്ള കളർ വേണം. ഞാൻ ഉദ്ദേശിച്ച കളർ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമായി. ഞാനിത് എക്സ്പെക്ട് ചെയ്താൽ പോയതെങ്കിൽ പോലും ഇങ്ങനെയാണ് എൻ്റെ ഹെയർ ഫൈനലി ആയത്. ഇത് ഓൾറെഡി എൻ്റെ ഹെയർ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ നോർമൽ കിടന്ന ബ്ലാക്ക് ഹെയറിന് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നു എന്ന് മാത്രം. ബാക്കി ഓൾറെഡി കളർ ചെയ്ത ഹെയർ ആണ്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഒരു സങ്കടം മാറ്റാൻ നമ്മൾ ഓരോ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ഇത് അമ്മേൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സാണ് കേട്ടോ അവിടെ ഉള്ളത്. ഹലോ ഗായ്സ്, അങ്ങനെ സക്സസ്ഫുള്ളി കളറിങ് പരിപാടിയൊക്കെ കുളമായി ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ കളറ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു. ഞാൻ വാങ്ങിച്ച എൻ്റെ കളറായിരുന്നു. ആ കളറാണ് എനിക്ക് അവർ എൻ്റെ തലയിലിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പോലെ അവർ ചെയ്തു തരുവാണ് ചെയ്തത്.
അപ്പോൾ ഞാൻ വാങ്ങിച്ച കളറിൻ്റെ പേര് ചെസ്നട്ട് ബ്രൗൺ എന്ന് പറഞ്ഞ കളറാണ്. അതെങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ മാറ്റണം എന്ന് വിചാരിച്ചത്. പക്ഷേ എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെയായി. ഇത് ആക്ച്വലി എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ വാങ്ങിച്ച കളറിന് ഇതിനൊരു നമ്പേഴ്സൊക്കെ ഉണ്ട്. ഈ കളറിങ് പാനലിനും അതുപോലെ എന്താ പറയുക, ഈ ട്യൂബൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിനൊരു നമ്പേഴ്സും കൂടെ ഉണ്ട്. നമ്മൾ കളർ മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ ഇങ്ങനെ 6.5, 7.5, 7, 6 അങ്ങനെയൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ അത് നോക്കി വാങ്ങിക്കാൻ അറിയാതെ ഞാൻ വാങ്ങിച്ചു. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു കറക്റ്റ് റെഫർ ചെയ്തിട്ട് വാങ്ങിക്കണം. പക്ഷെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇത് എനിക്കില്ലാണ്ട് ഞാനങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് പാളിപ്പോയി. ഞാൻ കുറച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞ സാധനമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡാർക്ക് ഹെയറിൽ ആ കളർ പിടിച്ചു. എൻ്റെ പക്കാ ബ്ലാക്ക് ഹെയർ മാറി ഒരു ബ്രൗൺ ടച്ച് വന്നു എൻ്റെ ടോട്ടൽ ഹെയറിൽ. പക്ഷേ എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച കളർ വന്നില്ല. അങ്ങനത്തെ കളർ വരണമെങ്കിൽ ആക്ച്വലി കുറച്ചും കൂടി അതിൻ്റെ ഒരു ബ്ലോണ്ട് കൂടിയ ലൈക്ക് എന്താ പറയുക ലൈറ്റർ വേർഷൻസ് വാങ്ങിക്കണമായിരുന്നു. അതെനിക്ക് പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. സോ സ്വന്തമായിട്ട് വാങ്ങിച്ച് കളർ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സംഭവം ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ ഇപ്പം എന്താ സംഭവം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കളേർഡ് ഹെയർ ആണ്. എൻ്റെ ആ കളറുള്ള സ്ഥലത്ത് ഈ കളർ അങ്ങ് പിടിച്ചു. എൻ്റെ ബാക്കി ബ്ലാക്ക് ഹെയർ ആയി നിന്ന ഭാഗങ്ങൾ ഒരു ലൈറ്റ് ഒരു ഗ്രേയിഷ് ഒരു ബ്രൗണിഷ് ഒരു കളറായി. എൻ്റെ പക്ക ബ്ലാക്ക് ഹെയർ അങ്ങ് മാറിയിട്ട് വേറൊരു കളറായി. ബാക്കി എടുത്ത സ്ഥലത്ത് ഓൾറെഡി കളറുള്ള സാധനത്തിന് വേറൊരു കളറായി. പക്ഷേ ഇതൊന്നുമല്ല, ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഫോണിൽ സ്പേസിൻ്റെ സ്റ്റോറേജ് പ്രശ്നമായിട്ടൊന്ന് കട്ടായിപ്പോയി. അപ്പോൾ ഇനി എനിക്ക് എന്താ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ബാക്ക് ടു ബാക്ക് കളേഴ്സ് അടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇന്ന് തന്നെ വേറൊരു കളർ പോയി അടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ടും എൻ്റെ മുടീനെ അങ്ങനെ എനിക്ക് നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേനും ഞാൻ തിരിച്ചു പോകുമായിരിക്കും. അവിടെ എത്തിയതിന് ശേഷം ഞാൻ വേറെ ഏതെങ്കിലും ഒരു സലൂണിൽ പോയിട്ട് കളർ മാറ്റിയടിക്കണം. ഞാൻ ഉദ്ദേശിച്ച കളറാക്കണം. അതിനുശേഷം തിരിച്ച് വന്നിട്ട് നമുക്ക് നമ്മുടെ ഹെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര സക്സസ്ഫുൾ വ്ളോഗ് ആവും എന്ന് വിചാരിച്ചിട്ട് എടുത്ത് തുടങ്ങിയതാണ്. ഞാൻ ചെയ്തത് എന്താണ്, ഏത് കളറാണ്, എങ്ങനെയാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളോട് അടിച്ച് വിടണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത വ്ളോഗാണ്. ബട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇന്നലെ എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് കളർ കാണിച്ചു കൊടുത്തപ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഞ്ജു ഇത് ഇങ്ങനെയാണ്, നിൻ്റെ മുടിയിൽ പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഒന്നാമത് എൻ്റെ ഹെയർ സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ സ്ട്രാൻഡാണ്. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു 45 മിനിറ്റ്സ് കളർ വെക്കണതെങ്കിൽ എനിക്കൊരു 1 hour 15 minutes അല്ലെങ്കിൽ 1 hour മുകളിൽ എൻ്റെ ഇതിൽ വെക്കണം. എന്നാൽ എൻ്റെ ടച്ച് വുഡ് ഇറ്റ്സ് ഹെൽത്തി ഹെയർ എന്നാണ് പറയുക. എൻ്റെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിലും ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ക്രീം ഇട്ട് അയൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം എൻ്റെ ചെയ്യണം. എന്നാലേ ഉള്ളൂ എൻ്റെ ഹെയർ ആ ടെക്സ്ചർ മാറിക്കിട്ടും. അത്രയും ഇങ്ങനെ തിക്ക് സ്ട്രാൻഡ്സ് ആണ് ഹെൽത്തി ടച്ച് വുഡ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കളറ് നോർമലി അത്ര ബ്ലീച്ച് ഇട്ട് പിടിച്ചാൽ പോലും എൻ്റെ പിടിക്കാത്ത കളറ് പിന്നെ ഇതിട്ടാൽ പിടിക്കുമോ? നോ അമോണിയ കളർ ആയിരുന്നു ഇത്, ബ്ലീച്ച് ഇല്ലാണ്ടാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ അത് പിടിച്ചില്ല. സോ ഇറ്റ്സ് എ ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പോൾ എന്നാലും നല്ല എക്സ്പീരിയൻസ് മാത്രമല്ലല്ലോ, മോശം എക്സ്പീരിയൻസും. ഇത് മോശം എക്സ്പീരിയൻസ് അല്ല, എൻ്റെ പൊട്ടത്തരം കൊണ്ട് പറ്റിപ്പോയതാണ്. സോ അതാണ് എൻ്റെ ഹെയർ കളറിങ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബിക്കോസ് ഞാൻ ആ കളിഞ്ഞ് ചീഞ്ഞ് മാറിയിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇന്നും നടന്നില്ല. പക്ഷേ ഇത് ഞാൻ ഷൂട്ട് ചെയ്തതുകൊണ്ട് എന്തായാലും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്കൊരാഗ്രഹം, അതുകൊണ്ട് ഞാൻ എത്തിച്ചത്. ഓക്കെ, സോ ശരിക്കും പോലെ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ നിങ്ങളൊന്നും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.